ഇന്ത്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റി ഇൻഡോറാണ്. അപ്പോൾ ഇൻഡോറിൽ നടപ്പിലാക്കിയ വേസ്റ്റ് മാനേജ്മെന്റ് മാതൃക നമുക്കതിൻ്റെ ചെറിയൊരു രൂപം തിരുവനന്തപുരത്ത് നടപ്പിലാക്കാൻ കഴിയും. പുതിയ തിരുവനന്തപുരം മേയർ ക്ലീനസ്റ്റ് സിറ്റി എന്ന് പുകഴ്ത്തിയ അതേ BJP ഭരിക്കുന്ന ഇൻഡോറിൽ തന്നെയാണ് നഗരസഭ വിതരണം ചെയ്ത കുടിവെള്ളം കുടിച്ച് 10 മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരുന്നത്. ആയിരക്കണക്കിന് മനുഷ്യർ ഇൻഡോറിൽ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളുമായി നിലവിൽ ആശുപത്രികളിലാണ്. ആദ്യമൊക്കെ മരണസംഖ്യ കുറച്ചു കാണിക്കാൻ ശ്രമിച്ച BJP സർക്കാർ തന്നെ ഡിസംബർ 31 രാത്രി പുറത്തുവിട്ട കണക്കനുസരിച്ച് 10 മനുഷ്യർക്ക് ഇതിനോടകം ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഈ ഇൻഡോർ മോഡൽ വികസനമാണോ നമ്മുടെ തിരുവനന്തപുരത്ത് കൊണ്ടുവരണമെന്ന് പുതിയ മേയർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരം നഗരസഭയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്തൊരു ദുരന്തമാണ് ഇൻഡോറിൽ BJP ഭരിക്കുന്ന ഇൻഡോർ നഗരസഭയുടെ വീഴ്ച ഒന്നുകൊണ്ട് മാത്രം സംഭവിച്ചിരിക്കുന്നത്. ഈ ഇൻഡോറിൽ നിന്നാണ് തിരുവനന്തപുരം പാഠങ്ങൾ പഠിക്കണമെന്ന് പുതിയ മേയർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഏറ്റവും ആശ്ചര്യകരമായ വസ്തുത, കേരളത്തിലെ ഒരു മാധ്യമങ്ങളും ഈ വാർത്ത അറിഞ്ഞ ഭാവം കാണിക്കുന്നില്ല എന്നതാണ്. ഇത് പിന്നെ ആദ്യമായല്ല BJP ഭരിക്കുന്ന മധ്യപ്രദേശിൽ നിന്നും വരുന്ന കൂട്ടമരണങ്ങളുടെ വാർത്ത കേരളത്തിലെ മാധ്യമങ്ങൾ കൃത്യമായി മുക്കുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ കപ്പ് സിറപ്പ് കുടിച്ച് 20-ലധികം കുട്ടികൾ മരിച്ച വാർത്ത നിങ്ങൾ ആരെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങളിൽ ചർച്ചയായി കണ്ടിരുന്നു? സാധ്യതയില്ല. കാരണം അത്ര വിദഗ്ധമായാണ് ആ വാർത്ത കേരളത്തിലെ മാധ്യമങ്ങൾ BJPക്ക് വേണ്ടി മുക്കിയത്. ആ ദുരന്തത്തിലെ ഏറ്റവും വലിയ BJP വഞ്ചന അദാനിയുടെ സ്വന്തം മാധ്യമമായ NDTV തന്നെ പുറത്തു കൊണ്ടുവന്നിരുന്നു. മധ്യപ്രദേശിൽ കപ്പ് സിറപ്പ് കുടിച്ചു മരിച്ച പല കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം BJP സർക്കാർ നടത്തിയിട്ടില്ല. അത് ആരെ സംരക്ഷിക്കാനാണ് BJP സർക്കാർ നടത്തിയതെന്ന് എടുത്തു പറയേണ്ടല്ലോ. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ അപ്പോഴും ഇപ്പോഴും BJPക്ക് വേണ്ടി ക്രൂരമായ മൗനം തുടരുകയാണ്. എന്തായാലും കുടിവെള്ളം പോലും വിഷമായി മാറിയ ഇൻഡോർ മാതൃക തിരുവനന്തപുരത്തിന് എന്തായാലും വേണ്ട എന്ന് പുതിയ മേയറെ വിനീതമായി ഓർമ്മിപ്പിക്കുന്നു.